Hi students, in this session we will discuss Python variables and data types. Variables used in Python language and data types. What are the different data types available in the Python? So first we can check what is a variable in a programming language. Normally variable name is a name that represents a memory locations, and there we can store a data, or we can say that variables are nothing but reserved memory location to store values. Values store ചെയ്യാനുള്ള ഒരു മെമ്മറി ലൊക്കേഷനാണ് ആക്ച്വലി എന്ത് വേരിയബിൾ എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ when we are considering the hardware, each memory location having a unique address called memory address, and address are normally in binary form, and it is very difficult to handle this binary memory address. So instead of using binary memory address, we are using a name, and it is easy to understand and easy to use. For example, sum is a name, and this name is used to represent a memory location. Or we can say that instead of using 1010110010, it's an example. Instead of using this binary number, we are using a normal name called sum, and this name is used to represent a memory location, and there we can store a data, binary data, or any type of data we can store into this memory. അപ്പം മെമ്മറിക്കകത്ത് ഒരു വാല്യൂ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മെമ്മറിക്ക് ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കണം. ആ അഡ്രസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു നെയിമാണ് ആക്ച്വലി എന്ത് വേരിയബിൾ എന്ന് പറയുക. അപ്പം വേരിയബിൾ ഈസ് എ നെയിം that used to represent a locations in the memory. Based on the data type of variable, different type of variable we can use to store. For example, name, ഒരു നെയിം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, ഒരു ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ പറ്റും. നെയിം എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ABCD എന്ന് പറഞ്ഞാൽ വെച്ചാൽ നെയിം. ആ നെയിം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, അതൊരു വേരിയബിളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ നെയിം നമുക്ക് ഡാറ്റ ടൈപ്പായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു ക്യാരക്ടർ, സിംഗിൾ ക്യാരക്ടർ എ എന്ന് പറഞ്ഞ സിംഗിൾ ക്യാരക്ടർ നമുക്ക് സ്റ്റോർ ചെയ്യാം. നമ്പർ സ്റ്റോർ ചെയ്യാം, അത് തന്നെ നമുക്ക് ഇൻഡിജർ വാല്യൂ സ്റ്റോർ ചെയ്യാം, ഫ്ലോട്ടിംഗ് പോയിന്റ് സ്റ്റോർ ചെയ്യാം, സയൻറ്റിഫിക് നമ്പറുള്ള കോംപ്ലക്സ് നമ്പേഴ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാം. അങ്ങനെ പല ടൈപ്പിലുള്ള സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പം ഏത് ടൈപ്പ് വാല്യൂ സ്റ്റോർ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ആ വേരിയബിളിനകത്ത് വേരിയബിൾ ഏത് ടൈപ്പാണെന്ന് ഡിക്ലെയർ ചെയ്യുമ്പോഴാണ്. അത് പോട്ടെ, അത് നിങ്ങൾ മനസ്സിലാക്കണ്ട. എനിവേ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വാല്യൂ മേ ബി ചേഞ്ച്ഡ് ഡ്യൂറിങ് ദി എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. പ്രോഗ്രാമിനിടയ്ക്ക് അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നെയിം യൂസ് ടു റെപ്രസെൻ്റ് എ മെമ്മറി ലൊക്കേഷൻ. ആ മെമ്മറി ലൊക്കേഷനിലെ വാല്യൂ നമുക്ക് പ്രോഗ്രാമിനിടയ്ക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കാം, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം. എക്സിക്യൂഷൻ ടൈമിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കാം, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം. അറ്റ് പ്രസൻറ്റ് അതിൻ്റെ വാല്യൂ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ നെയിം റെപ്രസെൻ്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനിലെ വാല്യൂ എന്ത് ചെയ്താൽ മതി, റീഡ് ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പം മെമ്മറി ലൊക്കേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന നെയിമിനെയാണ് ആക്ച്വലി വേരിയബിൾ എന്ന് പറയുന്നത്. ആ മെമ്മറി ലൊക്കേഷൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് വേരിയബിളിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തു. അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്, വേരിയബിൾ എന്ന് പറയുന്നത്. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്, കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 50, അതിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, 50 തന്നെയായിരിക്കും. അപ്പോൾ സം ഈക്വൽ ടു, ഞാനിങ്ങനെ ഒരു എക്സാമ്പിൾ എഴുതി, സം ഈക്വൽ ടു 50. അപ്പോൾ സം എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ, ഒരു വേരിയബിൾ നെയിമാണ്. ആ വേരിയബിൾ നെയിം റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു മെമ്മറി ലൊക്കേഷനാണ്. ആ മെമ്മറി ലൊക്കേഷനകത്ത് ഞാൻ എന്ത് സ്റ്റോർ ചെയ്തു, 50 എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ചെയ്തു. ഹിയർ സം ഈസ് നോൺ ആസ് വേരിയബിൾ ആൻഡ് 50 ഈസ് നോൺ ആസ് എ കോൺസ്റ്റൻറ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റിനെ നമുക്ക് എന്തിനകത്തേക്ക് അസൈൻ ചെയ്യാം, വേരിയബിളിനകത്തേക്ക് അസൈൻ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിനകത്ത് സം ഈക്വൽ ടു 14 ആക്കി കഴിഞ്ഞാൽ വേരിയബിളിൻ്റെ വാല്യൂ എന്തായി മാറി, 40 ആയി മാറി. അപ്പോൾ അത് വേരിയബിളാണ്, ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ 40 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ 40, അതൊരിക്കലും എന്താവില്ല, 50 ആവില്ല.
മനസ്സിലായല്ലേ? സോ 40, 50, 5.6 എന്നൊക്കെ പറഞ്ഞ വാല്യൂസ് ആൾ കോൺസ്റ്റൻറ്റ്, ബട്ട് ദ നെയിം റെപ്രസെൻറ്റ് ടു സ്റ്റോർ ദാറ്റ് വാല്യൂ ഈസ് കോൾഡ് വേരിയബിൾ. അതാണ് ആക്ച്വലി വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി വേരിയബിളിനകത്ത് നമുക്ക് ഏതൊക്കെ ടൈപ്പ് വാല്യൂസ് സ്റ്റോർ ചെയ്യാം എന്നുള്ളതിനാണ് ആക്ച്വലി നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡാറ്റ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ടു എ വേരിയബിൾ. Based on data type of variable, the interpreter allocates memory and decide what kind of value is stored into that memory or reserved to memory. For example, ഒരു മെമ്മറി നിങ്ങൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യും, മെമ്മറിയിലേക്ക് ഒരു വേരിയബിൾ നിങ്ങൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മെമ്മറിയിൽ എന്ത് ചെയ്യും, ഒരു സർട്ടൻ ലൊക്കേഷൻസ് എന്ത് ചെയ്യും, റിസർവ് ചെയ്യും. ആൻഡ് ആ വേരിയബിളിനകത്തേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്യുമ്പോഴോ ആ ടൈപ്പ് ഓഫ് വാല്യൂ അങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും, ആ റിസർവ് ചെയ്തിരിക്കുന്ന ഏരിയക്കകത്തേക്ക് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, സം ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എഴുതിയെന്ന് വിചാരിക്കാം. സം ഈക്വൽ ടു 10. അപ്പോൾ സം എന്ന് പറഞ്ഞ ഒരു റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടാകും. ആ ലൊക്കേഷനകത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് 10 എന്ന് പറഞ്ഞ വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ വേരിയബിൾ ഈസ് എ നെയിം ദാറ്റ് റെപ്രസെൻറ്റ്സ് എ മെമ്മറി ലൊക്കേഷൻ ആൻഡ് ദ വി ക്യാൻ സ്റ്റോർ എ വാല്യൂ. എങ്ങനെയാണ് വേരിയബിളിനകത്തേക്ക് വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്? യൂസിങ് എൻ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ വി ക്യാൻ സ്റ്റോർ വാല്യൂസ് ഇൻ ടു എ വേരിയബിൾ. അപ്പോൾ വേരിയബിളിനകത്തേക്ക് വാല്യൂ അസൈൻ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്താൽ മതി. അപ്പോൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ തന്നെ ഒന്നുമില്ല, ഈക്വൽ ടു സിമ്പിളാണ്. ഈക്വൽ ടു സിമ്പിൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂ അസൈൻ ചെയ്യാം. പൈത്തൺ വേരിയബിൾ ഡു നോട്ട് നീഡ് എക്സ്പ്ലിസിറ്റ് ഡിക്ലറേഷൻ ടു റിസർവ് മെമ്മറി സ്പേസ്. പൈത്തൺ എന്ത് വേണ്ട, പല ലാംഗ്വേജസിനകത്തും എന്ത് വേണമായിരുന്നു, ഏത് ടൈപ്പ് ഓഫ് വാല്യൂസാണ് നമ്മൾ ആ വേരിയബിളിനകത്ത് നിന്ന് സ്റ്റോർ ചെയ്യുന്നത് എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സി പഠിക്കുന്നുണ്ട്, സിക്കകത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇൻറ്റ് ABCD എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ഇൻറ്റ് ABCD അല്ലെങ്കിൽ ABC. ഇതിൻ്റെ മീനിങ് എന്താ, ABC is a variable and this variable is used to store a integer type of value. ഒരു ഇൻറ്റിജർ ടൈപ്പ് വാല്യൂ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ABC എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന മെമ്മറി സ്പേസിനകത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ABC ഈസ് എ വേരിയബിൾ നെയിം ആൻഡ് ദാറ്റ് ഈസ് എ മെമ്മറി ലൊക്കേഷൻ. ദ യു ക്യാൻ സ്റ്റോർ ഓൺലി ഇൻറ്റിജർ വാല്യൂ. പക്ഷേ ഇൻ ദ കേസ് ഓഫ് പൈത്തൺ നമ്മൾ എന്ത് ചെയ്യേണ്ട, വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ടൈപ്പ് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ടൈപ്പ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തോളും, പൈത്തൺ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ടൈപ്പ് വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ പൈത്തൺ വേരിയബിൾ ഡു നോട്ട് നീഡ് എക്സ്പ്ലിസിറ്റ് ഡിക്ലറേഷൻ ടു റിസർവ് മെമ്മറി സ്പേസ്. ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടൈപ്പ് നമ്മൾ എന്ത് ചെയ്യേണ്ട, ഡിക്ലെയർ ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഡാറ്റ ടൈപ്പ് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഡിക്ലെയർ ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? ഇവിടെ നിങ്ങൾക്ക് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് വേരിയബിളിനകത്തേക്ക് വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. സോ ഫോർ എക്സാമ്പിൾ, കൗണ്ടർ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ നെയിമാണ്. അതിനകത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, 100 എന്ന് പറഞ്ഞ വാല്യൂ എന്ത് ചെയ്തു, അസൈൻ ചെയ്തു. അപ്പം 100 ഈസ് എ കോൺസ്റ്റൻറ്റ് ആൻഡ് കൗണ്ടർ ഈസ് എ വേരിയബിൾ ആൻഡ് വാല്യൂ ഓഫ് 100 ഈസ് അസൈൻ ടു ഓർ സ്റ്റോർഡ് ഇൻ ടു വേരിയബിൾ കൗണ്ടർ. ദെൻ നെക്സ്റ്റ് മൈൽസിനകത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂസ് എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. 1000.0 എന്ന് പറഞ്ഞ വാല്യൂ മൈൽസിനകത്തേക്ക് എന്ത് ചെയ്യുന്നു, അസൈൻ ചെയ്യുന്നു. സോ ദ വാല്യൂ ഓഫ് മൈൽസ് ഈസ് ഈക്വൽ ടു 1000.0. ദെൻ നെയിം എന്ന് പറഞ്ഞ വേരിയബിൾ, അനദർ വേരിയബിൾ നെയിം അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രിങ് അസൈൻ ചെയ്തു. ജോൺ എന്ന് പറഞ്ഞ സ്ട്രിങ് അസൈൻ ചെയ്തു. അപ്പോൾ നമ്മൾ സ്ട്രിങ് കോൺസ്റ്റൻറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരുവിധ എല്ലാ ലാംഗ്വേജിനകത്തും സ്ട്രിങ് കോൺസ്റ്റൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ദറ്റ് ക്യാരക്ടർ എൻക്ലോസ്ഡ് വിത്തിൻ എ ഡബിൾ കോട്ട്സ്. ക്യാരക്ടർ ഡബിൾ കോട്ട്സിനകത്ത് എൻക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ ജോൺ എന്ന് പറഞ്ഞ സ്ട്രിങ് കോൺസ്റ്റൻറ്റിനെ നമ്മൾ എങ്ങോട്ടേക്ക് അസൈൻ ചെയ്യുന്നു, നെയിം എന്ന് പറഞ്ഞ സ്ട്രിങ് വേരിയബിളിനകത്തേക്ക് അസൈൻ ചെയ്യുന്നു. സോ നെയിം ഈസ് എ സ്ട്രിങ് വേരിയബിൾ വിച്ച് ഈസ് അസൈൻ ബൈ ജോൺ എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്യുന്നു. അപ്പോൾ പ്രിൻറ്റ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ കൗണ്ടർ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ നെയിമാണ്. കൗണ്ടർ എന്ന് പറഞ്ഞ ഒരു വേരിയബിളാണ്. ആ വേരിയബിളിൻ്റെ വാല്യൂ എന്താണോ അത് പ്രിൻറ്റ് ചെയ്യും.
അപ്പോൾ കൗണ്ടർ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്ന 100 ആണ്. അപ്പോൾ ആ 100 എന്ത് ചെയ്യുന്നു, ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നു. പ്രിൻറ്റ് മൈൽസ് എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളാണ്. ആ വേരിയബിളിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, പ്രിൻറ്റ് ചെയ്യും. അല്ലാതെ എന്നല്ല പ്രിൻറ്റ് ചെയ്യുക, മൈൽസ് എന്നല്ല പ്രിൻറ്റ് ചെയ്യുക. പ്രിൻറ്റ് നെയിം എന്ന് പറഞ്ഞ ഒരു വേരിയബിളാണ്. ആ വേരിയബിളിൻ്റെ വാല്യൂ എന്താണോ അത് പ്രിൻറ്റ് ചെയ്യും. വേരിയബിളിൻ്റെ വാല്യൂ ഒരു സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആയിരുന്നു, ജോൺ എന്ന് പറഞ്ഞ സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആയിരുന്നു. അത് എന്ത് ചെയ്യും, പ്രിൻറ്റ് ചെയ്യും. സോ this is the operator. Oh, this is the way to assign values into variable. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേരിയബിളിനകത്തേക്ക് വാല്യൂ അസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പല ടൈപ്പ് വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അസൈൻ ചെയ്യാൻ പറ്റും. പിന്നെ അസൈൻമെൻറ്റ് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ അസൈൻമെൻറ്റ് പോസിബിളാണ് ഒരു വേരിയബിളിനകത്ത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ a equal to b equal to c equal to 1. Here a, b, c are variable name and these three variables are assigned by value 1. വാല്യൂ 1 എന്ന് പറഞ്ഞ വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ 1 എന്ന് പറഞ്ഞ വാല്യൂ ഈസ് അസൈൻ ടു വേരിയബിൾ എ, വേരിയബിൾ വി ആൻഡ് വേരിയബിൾ സി. വേരിയബിൾ എനകത്തേക്കും ബിനകത്തേക്കും സിനകത്തേക്കും എന്ത് വാല്യൂ അസൈൻ ചെയ്യും, 1 എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്യും. മനസ്സിലായില്ല? ഇനി ഇവിടെ വേറൊരു ടൈപ്പ് ഓഫ് അസൈൻമെൻറ്റ്, എ, ബി, സി ഈക്വൽ ടു 1, 2 ആൻഡ് ജോൺ. ഇവിടെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. എ ഈസ് അസൈൻ ടു വേരിയബിൾ A is assigned to 1 and B is assigned to 2 and C is assigned to John. അപ്പോൾ എ എന്ന് പറഞ്ഞ വാല്യൂവിനകത്ത് 1 അസൈൻ ചെയ്യുന്നു, ബി എന്ന് പറഞ്ഞ വാല്യൂവിനകത്ത് 2 അസൈൻ ചെയ്യുന്നു, സി എന്ന് പറഞ്ഞ വാല്യൂവിനകത്തേക്ക് ജോൺ എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്യുന്നു. Here 2 integer objects with values 1, 2 are assigned to variable and variables a and b respectively, and one string object with value John is assigned to variable c. Okay, അപ്പം മൾട്ടിപ്പിൾ അസൈൻമെൻറ്റും ഇതിനകത്ത് പോസിബിളാണ്, പൈത്തനകത്ത് പോസിബിളാണ്. സിംഗിൾ അസൈൻമെൻറ്റ് ഓപ്പറേഷൻസ് നമ്മൾ നേരത്തെ പഠിച്ചു, ഇത് മൾട്ടിപ്പിൾ അസൈൻമെൻറ്റ് ഓപ്പറേഷനാണ്. നെക്സ്റ്റ് ഈസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് are used in Python. There is different data types available in standard data types available in Python. Data type means type of values used in Python language, or type of variables, type of constants using in Python language. ഏതൊക്കെ ടൈപ്പ് കോൺസ്റ്റൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് വേരിയബിൾസ് നമുക്ക് വേരിയബിൾസിനകത്തേക്ക് നമുക്ക് വാല്യൂസ് അസൈൻ ചെയ്യാം. അതായത് ഡാറ്റ സ്റ്റോർഡ് ഇൻ എ മെമ്മറി ക്യാൻ ബി ഓഫ് മെനി ടൈപ്സ്. നമുക്ക് ഒരു വേരിയബിളിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നത് പല ടൈപ്പ് ആവാം. ഫോർ എക്സാമ്പിൾ, പേഴ്സൺസ് ഏജ് ഈസ് സ്റ്റോർഡ് ഇൻ എ ന്യൂമറിക് വാല്യൂ ആൻഡ് ഹിസ് അഡ്രസ് ഈസ് സ്റ്റോർഡ് ഇൻ എ ആൽഫാ ന്യൂമറിക് ക്യാരക്ടർ. അപ്പോൾ ഒരാളുടെ പേര് സ്റ്റോർ ചെയ്യുന്നത് ആൽഫാ ന്യൂമറിക് ക്യാരക്ടർ ആയിരിക്കും, പക്ഷേ അയാളുടെ ഏജ് സ്റ്റോർ ചെയ്യുന്നത് എന്തായിരിക്കും, ന്യൂമറിക് വാല്യൂസ് ആയിരിക്കും. അപ്പോൾ ന്യൂമറിക് എന്ന് പറഞ്ഞ ഒരു ഡാറ്റ ടൈപ്പാണ്, സ്ട്രിങ് എന്ന് പറയുന്നത് വേറൊരു ഡാറ്റ ടൈപ്പാണ്. അങ്ങനെ ഏതൊക്കെ ടൈപ്പ് വാല്യൂസ് നമുക്ക് പൈത്തണിനകത്ത് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് ഡാറ്റ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ പൈത്തൺ ലാംഗ്വേജ് we have 5 different data types are available. First one, numbers, and second one is string, and third one is a list, tuple, and fourth one is dictionary. So these are the 5 different data types available in C language. നമുക്ക് ഓരോന്നും കൺസിഡർ ചെയ്യാൻ എന്താണെന്നുള്ളത്. ഫസ്റ്റ് വൺ, പൈത്തൺ നമ്പേഴ്സ്. നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വാല്യൂസിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഇൻഡിജർ ടൈപ്പ് ആവാം, ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് ആവാം, കോംപ്ലക്സ് നമ്പേഴ്സ് ആവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. അപ്പം നമ്പേഴ്സ് ഡാറ്റ ടൈപ്സ് സ്റ്റോർ ന്യൂമറിക് വാല്യൂസ്. നമ്പേഴ്സ് ഡാറ്റ ടൈപ്പ് എന്ത് ടൈപ്പ് ന്യൂമറിക് വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്പർ ഓബ്ജക്ട്സ് ആർ created when you assign a value to them.
ഒരു വാല്യൂ അസൈൻ ചെയ്യുമ്പോഴാണ് ഏത് ടൈപ്പ് ഡാറ്റ ടൈപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഡിസൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ വേരിയബിൾ 1 ഈക്വൽ ടു 1, വേരിയബിൾ 2 ഈക്വൽ ടു 10. യു ക്യാൻ ഇപ്പം വേരിയബിൾ എന്ന് പറഞ്ഞാൽ VAR വേർ 1 ഈക്വൽ ടു 1 കൊടുത്തിരിക്കുന്നത്. അപ്പം VAR എന്ന് പറഞ്ഞ സാധനം VAR1 എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി ഒരു വേരിയബിൾ നെയിമാണ്. അതിനകത്തേക്ക് അസൈൻ ചെയ്യുന്ന വാല്യൂ 1 ആണ്. സോ ഒരു മെമ്മറിയിൽ ഒരു അഡ്രസ്സിന് റെപ്രസെൻ്റ് ചെയ്യുന്നത് വേരിയബിൾ 1 എന്നായിരിക്കും. ആ ലൊക്കേഷനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. സെയിം വേ വേരിയബിൾ 2 ഈസ് അനദർ വേരിയബിൾ ആൻഡ് ഇറ്റ് ഈസ് അസൈൻ ടു വേരിയബിൾ 10 എന്ന് പറഞ്ഞ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? അസൈൻ ചെയ്യുന്നുണ്ട്. You can also delete the reference to a number object by using delete statement. നമുക്ക് വേണമെങ്കിൽ അസൈൻ ചെയ്ത വാല്യൂ ഇതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഡിലീറ്റ് വേരിയബിൾ 1 വേരിയബിൾ 2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഡിലീറ്റ് വേരിയബിൾ 1 വേരിയബിൾ 2 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്ത മെമ്മറി ലൊക്കേഷൻ എന്ത് ചെയ്യും? വേറെ എന്തിനെങ്കിലും വേണ്ടി അസൈൻ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് അസൈൻ ചെയ്യാം, അതേപോലെ തന്നെ റിമൂവ് ചെയ്യാം. Python supports different numerical data types. ഏതൊക്കെ ന്യൂമറിക്കൽ ഡാറ്റ ടൈപ്പ് പൈത്തൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നോക്കാം നമുക്ക്. ഇൻറ്റിജർ ടൈപ്പ്, സൈൻഡ് ഇൻറ്റിജേഴ്സ്, ലോങ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ലോങ് ഇൻറ്റിജേഴ്സ്. ദേ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ഒക്ടൽ ആൻഡ് ഹെക്സാഡെസിമൽ. നമുക്ക് അതിനകത്ത് ഹെക്സാഡെസിമൽ സ്റ്റോർ ചെയ്യാം, ഒക്ടൽ സ്റ്റോർ ചെയ്യാം. നമ്പർ സിസ്റ്റം നിങ്ങൾ ഓൾറെഡി പഠിക്കുന്നുണ്ട് ഡിജിറ്റലിനകത്ത്. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് ക്യാൻ ബി stored into a variable. ഒന്ന് ഇൻറ്റിജർ ടൈപ്പ് ആവാം, ലോങ് ടൈപ്പ് ആവാം. ലോങ് എന്ന് പറഞ്ഞാൽ ലോങ് ഇൻറ്റിജർ ആണ്. ദേ ക്യാൻ ഓൾസോ ബി റെപ്രസെൻറ്റഡ് ഇൻ ഒക്ടൽ ആൻഡ് ഹെക്സാഡെസിമൽ. ഫ്ലോട്ടിംഗ് പോയിന്റ് ഈസ് പോസിബിൾ. ന്യൂമറിക് വാല്യൂസ് ഉള്ള എന്ത് ചെയ്യാം, ഡെസിമൽ പോയിന്റ്സ് ഉള്ള ഡെസിമൽ വാല്യൂസ് ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാൻ പറ്റും. കോംപ്ലക്സ് നമ്പേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പം പൈത്തൺ നമ്പേഴ്സിനകത്ത് നമുക്ക് 4 ഡിഫറെൻറ്റ് ടൈപ്സ് പോസിബിളാണ്. ഇൻറ്റിജർ പോസിബിളാണ്, ലോങ് പോസിബിളാണ്, ഫ്ലോട്ടിംഗ് പോസിബിളാണ്, കോംപ്ലക്സ് നമ്പർ ആണ്. അതിനകത്ത് ലോങ് എന്ന് പറഞ്ഞാൽ ലോങ് ഇൻറ്റിജറാണ്. ആ ലോങ് ഇൻറ്റിജറിനകത്ത് നമുക്ക് ഹെക്സാഡെസിമലും ഒക്ടലൊക്കെ എന്താണ് പോസിബിളാണ്. എക്സാമ്പിൾസ് 10 എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ടൈപ്പാണ്. 100 എന്ന് പറഞ്ഞാൽ അഗൈൻ ഒരു ഇൻറ്റിജർ ടൈപ്പാണ്. -786, 080, -0490 ഇതൊക്കെ എന്താണ്? 080 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 80 തന്നെയാണ്. 0490 എന്ന് പറഞ്ഞാൽ -490 ആണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ലോങ് ഇൻറ്റിജർ ആണെന്നുണ്ടെങ്കിൽ 5 ഇത്രയും വലിയൊരു വാല്യൂ ആണ്. നമുക്ക് ഇതിനകത്ത് ഇൻറ്റിജറിനകത്ത് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് സ്റ്റോർ ചെയ്യുന്നതിനകത്ത്. നമ്പർ സ്റ്റോർ ചെയ്യുന്നതിനകത്ത് അധികം വലിയ നമ്പേഴ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ കൂടുതൽ വലിയൊരു വാല്യൂ ആണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോങ് ഇൻറ്റിജറായിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാൻ പറ്റും. ലോങ് ഇൻറ്റിജറിന് ലാസ്റ്റിൽ എന്ത് റെപ്രസെൻറ്റ് ചെയ്യണം? L നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. -0x ഇൻറ്റു ഇത് ഹെക്സാഡെസിമലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ലോങ് എന്ന് പറഞ്ഞാൽ 0x എന്ന് പറഞ്ഞാൽ ഹെക്സാഡെസിമലാണ്. ഹെക്സാഡെസിമൽ വാല്യൂ ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നു. 0x ഇൻറ്റു DEF ഇതൊരു ഹെക്സാഡെസിമൽ വാല്യൂ ആണ്. ലോങ് ഇൻറ്റിജർ അഗെയിൻ ലോങ് ഇൻറ്റിജർ. ഇനി ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് 0 പോയിൻറ്റ് സംതിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. 15.20 ഇതൊക്കെ എന്താണ്? ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് ആണ്. ഇതുപോലെ കോംപ്ലക്സ് നൊട്ടേഷനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. സയൻറ്റിഫിക് നൊട്ടേഷനകത്ത് പോസിബിളാണ്. കോംപ്ലക്സ് നമ്പേഴ്സ് I+J ഫോമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാൻ പറ്റും. 3E+26J ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോംപ്ലക്സ് നമ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാൻ പറ്റും. Python allows you to use a lowercase l with long, but it is recommended that you use only a uppercase L. ലോങ് റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ L യൂസ് ചെയ്ത് കഴിഞ്ഞാലും പോസിബിളാണ്. ബട്ട്
നമ്മൾ അപ്പർ കേസ് ലെറ്റർ യൂസ് ചെയ്തിട്ട് വേണം എന്ത് ലോങ് റെപ്രസെൻ്റ് ചെയ്യാൻ. ഉണ്ടല്ലോ ഇവിടെ എൽ യൂസ് ചെയ്തിരിക്കുന്നു, ഇവിടെ എൽ യൂസ് ചെയ്തിരിക്കുന്നു, ഇതെല്ലാം അപ്പർ കേസ് ലെറ്ററാണ്. എ കോംപ്ലക്സ് നമ്പർ കൺസിസ്റ്റ് ഓഫ് an ordered pair of real and floating point numbers denoted by x plus yj, where x and y are real numbers and j is the imaginary part. എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ ആയിരിക്കും, ജെ എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും, റിയൽ പാർട്ടായിരിക്കും. അപ്പോൾ ഇവിടെ 4.53 ഇൻറ്റു ഇ മൈനസ് 7j എന്ന് പറയുന്നതിനകത്ത് 7ഉം പിന്നെ 4.53 എന്താണ് റിയൽ നമ്പേഴ്സാണ്. അല്ല 4.53 എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി റിയൽ നമ്പറാണ്. 7 എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും, ഇമാജിനറി പാർട്ടാണ്. ദെൻ ആക്ച്വലി different numbers used in Python. Next is string. നമ്മൾ നേരത്തെ പറഞ്ഞു string is a group of character enclosed string constant is a group of character enclosed within a double quotes. double quotesനകത്ത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഓരോ കുറേ ഒന്നോ ഒന്നിൽ കൂടുതലോ ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രിങ് എന്ന് പറയുന്നത്. ആ സ്ട്രിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വേരിയബിളിനകത്തേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പം എങ്ങനെയാണ് സ്ട്രിങ് പൈത്തൺ ഹാൻഡിൽ ചെയ്യുന്നത് എന്നതാണ് നെക്സ്റ്റ് നമ്മൾ അസൈൻ ചെയ്യുന്നത്. സിംഗിൾ കോട്ട്സും പോസിബിളാണ്. str ഈക്വൽ ടു ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് സ്ട്രിങ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, അസൈൻ ചെയ്യുന്നു. str എന്ന് പറഞ്ഞൊരു വേരിയബിൾ നെയിമാണ്. ആ വേരിയബിളിനകത്ത് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യും. പ്രിൻറ്റ് str എന്ന് പറഞ്ഞാൽ എന്താ, ഹലോ വേൾഡ് എന്ന് ഒരുമിച്ച് പ്രിൻറ്റ് ചെയ്യും. കണ്ടില്ലേ ഇവിടെ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യും. സ്ട്രിങ് സ്ക്വയർ ബ്രേസിനകത്ത് സ്ട്രിങ് ഓഫ് 0 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഡിസ്പ്ലേ ഫസ്റ്റ് ക്യാരക്ടർ h എന്ന് പറഞ്ഞ സാധനം പ്രിൻറ്റ് ചെയ്യും. പിന്നെ പ്രിൻറ്റ് സ്ട്രിങ് 2:5 എന്ന് പറയുകയാണെങ്കിൽ സെക്കൻഡ് ക്യാരക്ടറിനകത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 5 ക്യാരക്ടർ, പ്രിൻസ് ക്യാരക്ടർ സ്റ്റാർട്ടിങ് ഫ്രം 3rd to 5. സോറി ഇത് തേർഡിനകത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 5th വരെ, 3rd ക്യാരക്ടർ മുതൽ 5th വരെയാണ് ആക്ച്വലി ഇത് പ്രിൻ്റ് ചെയ്തത്. അപ്പം ഇവിടെ നോക്കിയൊക്കെ ഹലോവിനകത്ത് 3rd ക്യാരക്ടർ തന്നെ സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ള ഇവിടെ ഇത് ആക്ച്വലി എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് 0, ഇത് 1, ഇത് 2 അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ക്യാരക്ടർ മുതൽ 5th വരെ ഇവിടെ ഇത് 03 ആണ്. മനസ്സിലായില്ല അത് HELLനകത്ത് H റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ക്യാരക്ടറായിട്ടാണ് അല്ലേ, 0th ക്യാരക്ടറായിട്ടാണ്. ഇത് 0, HE ഫസ്റ്റ്, L ഇത് സെക്കൻഡ്, പിന്നെ വരുന്നത് തേർഡ് വരുന്നത് ഏതാണ്, LLO, ഇത് തേർഡ്, ഇത് 4th, ഇത് 5th. അതുകൊണ്ടാണ് എന്ത് പ്രിൻ്റ് ചെയ്യുന്നത്, LLO എന്ന് പ്രിൻ്റ് ചെയ്യുന്നത്. പിന്നെ പ്രിൻറ്റ് str2, അപ്പം 2 കോളൻ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പ്രിൻറ്റ് സ്ട്രിങ് സ്റ്റാർട്ടിങ് ഫ്രം 3rd ക്യാരക്ടർ, സ്റ്റാർട്ടിങ് ഫ്രം 3rd ക്യാരക്ടർ മുതൽ ഏത് വേണമെങ്കിലും പ്രിൻ്റ് ചെയ്യും, മുഴുവൻ പ്രിൻ്റ് ചെയ്യും ആ സ്ട്രിങ്ങിനകത്തുള്ള എല്ലാം. അതിവിടെ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് നോക്കി നോക്കൂ, LLO വേൾഡ് എന്ന് പറഞ്ഞിട്ടാണ് പ്രിൻ്റ് ചെയ്തത് അല്ലേ. അപ്പോൾ 3rd ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, എല്ലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അവിടെ മുതലുള്ള എല്ലാ ക്യാരക്ടേഴ്സും. നെക്സ്റ്റ് പ്രിൻറ്റ് str2, പ്രിൻറ്റ് സ്ട്രിങ് 2 ടൈംസ്. ഈ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, 2 പ്രാവശ്യം പ്രിൻ്റ് ചെയ്യും. ഹലോ വേൾഡ് കഴിഞ്ഞിട്ട് ഹലോ വേൾഡ് അഗെയിൻ പ്രിൻ്റ് ചെയ്യും. സ്ട്രിങ് പ്ലസ് ടെസ്റ്റ്, അപ്പം ഈ ക്യാരക്ടറിൻ്റെ കൂടെ ടെസ്റ്റിനും കൂടെ ഉള്ളൊരു സ്ട്രിങ്ങും കൂടെ എന്ത് ചെയ്യും, ആഡ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. അപ്പോൾ ഹലോ വേൾഡ് എന്ന് പറഞ്ഞതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യും, കോൺകാറ്റിനേറ്റ് ചെയ്യാന്ന് പറയും, കമ്പൈൻ 2 strings. അപ്പം അതാണ് ആക്ച്വലി സ്ട്രിങ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ. സോ സ്ട്രിങ് ഈസ് എ group of character enclosed within a single quotes or double quotes. Normally we are using double quotes. ഇവിടെ രണ്ടും യൂസ് ചെയ്യുന്നുണ്ട്, സിംഗിൾ കോട്ട്സും യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ കണ്ടിട്ടില്ല, ഇവിടെ ഡബിൾ കോട്ട്സിലാണ് സ്ട്രിങ് റെപ്രസെൻ്റ് ആയിരിക്കുന്നത്. സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആണ് ഇത്, ഇതും ആണത് സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആണ്. ഇതാണ് ഇത് സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആണ്. Python numbers. Next one is Python list. Lists are most versatile of Python compound data types. അപ്പം പൈത്തൻ്റെ ഒരു സാധാരണ ലാംഗ്വേജസിനകത്തൊന്നും ഇല്ലാത്ത
ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്സ് ആണ് എന്ത് പൈത്തൺ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ലിസ്റ്റിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂസ് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് വാല്യൂസ് ഡിഫറെൻറ്റ് വാല്യൂസ് നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് അല്ല ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് വാല്യൂസ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ടു എ അറേ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ്, ഒരു സിംഗിൾ നെയിം യൂസ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യുന്നതിനാണ് നമ്മൾ അറേ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ ഒരു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ നെയിമിനകത്തേക്ക് എന്തൊക്കെയാണ് നമ്മൾ അസൈൻ ചെയ്യുന്നത്, ABCD എന്ന് തന്നെ ഒരു സ്ട്രിങ് അസൈൻ ചെയ്യുന്നു, സെക്കൻഡ് നമ്പറായിട്ട് എന്താ 786 എന്ന് തന്നെ വാല്യൂ അസൈൻ ചെയ്യുന്നു, അഗൈൻ 2.23 എന്ന് തന്നെ വാല്യൂ അസൈൻ ചെയ്യുന്നു, അടുത്ത ഒരു സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ജോൺ എന്ന് പറഞ്ഞ സാധനം അസൈൻ ചെയ്യുന്നു, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂ ആയിട്ടുള്ള 20 എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്യുന്നു. ഇനി ഇവിടെ വേറൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു ടൈനി ലിസ്റ്റ്, അതിനകത്തേക്ക് 2 വാല്യൂസേ നമ്മൾ അസൈൻ ചെയ്യുന്നുള്ളൂ, 123 ആൻഡ് ജോൺ എന്ന് പറഞ്ഞാൽ 123 എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റൻറ്റും ന്യൂമറിക് വാല്യൂയും ജോൺ എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ്ങും. അപ്പോൾ പൈത്തൺ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പൈത്തൺ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വേരിയബിളാണ്. അതിനകത്ത് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സിലുള്ള വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെ, സ്ക്വയർ ബ്രേസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ വേരിയബിളിനെയും ഓരോ വാല്യൂസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നത്, വാല്യൂസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, വാല്യൂസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു സ്ക്വയർ ബ്രേസിനകത്താണ്. ഓരോ വാല്യൂ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് കോമാസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ പ്രിൻ്റ് ലിസ്റ്റ് എന്നിട്ട് എന്താ സംഭവിക്കുന്നത്, ഈ വാല്യൂസിനകത്തുള്ള എല്ലാം എന്ത് ചെയ്യും, ലിസ്റ്റ് ചെയ്യും. ABCD പ്രിൻ്റ് കംപ്ലീറ്റ് ലിസ്റ്റ്, ഇതാണ് ആക്ച്വലി ലിസ്റ്റ് ചെയ്യുന്നത്. ലിസ്റ്റ് ചെയ്യുന്നത് ABCD ലിസ്റ്റ് ചെയ്യും, 786 എന്ന് പറഞ്ഞ സാധനം ലിസ്റ്റ് ചെയ്യും. അപ്പം അടുത്ത വാല്യൂ 2.23 എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ, ജോൺ 76. അപ്പം ഒരു ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് വേരിയബിളിനകത്തേക്ക് നമുക്ക് എന്താ ചെയ്യുന്നത്, അതിനകത്തേക്ക് ഏത് ടൈപ്പ് വാല്യൂസ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് പ്രിൻ്റ് ലിസ്റ്റ് ഓഫ് സീറോ. ലിസ്റ്റ് ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക, ആദ്യത്തെ വാല്യൂ മാത്രം എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. അപ്പോൾ ഓരോരോ വാല്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കോമ യൂസ് ചെയ്തിട്ടാണ്. ആദ്യത്തെ വാല്യൂ എന്താണ്, ABCD എന്ന് പറഞ്ഞ സ്ട്രിങ് ആണ്. സോ ABCD എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്യും. നെക്സ്റ്റ് പ്രിൻ്റ് ലിസ്റ്റ് 1 to 3. അപ്പോൾ 1 സ്റ്റാർട്ട് ചെയ്ത് 3 വരെ എന്ത് ചെയ്യും, ലിസ്റ്റ് ചെയ്യും. പ്രിൻ്റ് എലമെൻറ്റ് സ്റ്റാർട്ടിങ് ഫ്രം 2nd till 3rd. അപ്പം സെക്കൻഡ് എന്താ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, 786. പ്രിൻ്റ് ലിസ്റ്റ് 1:3 പ്രിൻസ് element starting from 2nd till 3rd. Second elements means this is 0, this is 1, second element ഇവിടെ മുതൽ third വരെ അപ്പം 786 and 2.23 വരെ പ്രിൻ്റ് ചെയ്യും. നെക്സ്റ്റ് വൺ പ്രിൻ്റ് ലിസ്റ്റ് 2:, that means starting from 2 till the end. അപ്പോൾ എന്താ പ്രിൻ്റ് ചെയ്യുക, 2.3 2 എന്ന് പറഞ്ഞാൽ ഇത് 0, ഇത് 1, ഇത് 2. അപ്പോൾ 2.23 ജോൺ ആൻഡ് 7.2. അപ്പോൾ 3 പ്രിൻ്റ് ചെയ്യും. നെക്സ്റ്റ് പ്രിൻ്റ് ടൈനി ലിസ്റ്റ് ഇൻറ്റു 2. അപ്പം ടൈനി ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും ടൈനി ലിസ്റ്റ്. ഇത് 2 പ്രാവശ്യം എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്യും. അപ്പോൾ 123 ജോൺ 123 ജോൺ പ്രിൻ്റ് ചെയ്യും. 123 ജോൺ 123 ജോൺ. ഇനി പ്രിൻ്റ് ലിസ്റ്റ് പ്ലസ് ടൈനി ലിസ്റ്റ്, ഈ 2 സാധനം കൂടെ 2 ലിസ്റ്റും കൂടെ എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്യും. അപ്പം ABCD 786 2.3 ജോൺ 7.23 പ്ലസ് എന്നും കൂടെ ആഡ് ചെയ്യുക, ടൈനി ലിസ്റ്റും കൂടെ ആഡ് ചെയ്യും. ടൈനി ലിസ്റ്റിലാദ്യത്തെ എന്തൊക്കെയാണ്, 123 ആൻഡ് ജോൺ. അപ്പം ഇത് 2 കൂടെ പ്രിൻ്റ് ചെയ്യും. സോ ദിസ് ഈസ് ദി ലിസ്റ്റ് ഇൻ ദി പൈത്തൺ. അപ്പോൾ ലിസ്റ്റ് ഡാറ്റ ടൈപ്സ് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. Next data type is tuple. A tuple is another sequence data type that is similar to the list. Tuple എന്തിനാണ്, very similar to list. A tuple consists of a number of values separated by comma, unlike list. However, tuples are enclosed within a parenthesis. ഇതിനകത്ത് നമ്മൾ ട്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള വാല്യൂസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, പാരന്തസിസ് യൂസ് ചെയ്തിട്ടാണ്.
മറ്റേത് സ്ക്വയർ ബ്രേസ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ ഇവിടെ പാരന്തസിസ് യൂസ് ചെയ്തിട്ടാണ്. The main difference between list and tuples are lists are enclosed in a square brace and the elements and size can be changed. അതിൻ്റെ എലമെൻസും സൈസൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. ബട്ട് in the case of tuple the values are enclosed within a parenthesis and value cannot be changed. വാല്യൂ എന്ത് ചെയ്യാൻ പറ്റില്ല, ട്യൂപ്പിൾസിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതിന് നമുക്ക് എക്സാമ്പിൾ കാണാം. ട്യൂപ്പിൾ നോക്കിയാൽ very similar to a list. Tuple equal to ABCD 786 2.23 John 70.2. ടൈനി ട്യൂപ്പിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 123 ജോൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നോക്കിയാൽ രണ്ട് വേരിയബിളാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ട്യൂപ്പിൾ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ടൈനി ട്യൂപ്പിൾ. പ്രിൻറ്റ് ട്യൂപ്പിൾ പ്രിൻസ് ദി കംപ്ലീറ്റ് ട്യൂപ്പിൾ. എന്തൊക്കെയാണ് പ്രിൻ്റ് ചെയ്ത് വരിക നോക്കാം നമുക്ക്. ABCD 786 2.23 John 7.2. അത് തന്നെയല്ല ട്യൂപ്പിളിനകത്ത് ABCD 786 അത് തന്നെയാണ് ആക്ച്വലി ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നത്, ഔട്ട്പുട്ടിൽ പ്രിൻ്റ് ചെയ്യുന്നത്. ഈ ടൈനി ട്യൂപ്പിൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്യും. അടുത്ത ട്യൂപ്പിൾ സ്ക്വയർ ബ്രേസിനകത്ത് 0, ട്യൂപ്പിൾ ഓഫ് 0, പ്രിൻറ്റ് ദി ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ദി ട്യൂപ്പിൾ. അതായത് ഫസ്റ്റ് എലമെൻറ്റ് എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്യും. ABCD എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യുക, പ്രിൻ്റ് ചെയ്യുക. ഇവിടെ നോക്കി നോക്കുക നിങ്ങൾ, ABCD എന്ന് പറഞ്ഞ സാധനം പ്രിൻ്റ് ചെയ്തു, ABCD. നെക്സ്റ്റ് നോക്കിയേ, ട്യൂപ്പിൾ 1:3 പ്രിൻറ്റ്സ് all the elements of tuple starting from second till third. അപ്പം സെക്കൻഡും തേർഡും എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്യും. ഇതും 786ഉം 2.3ഉം എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്യും. വെരി സിമിലർ ടു ലിസ്റ്റ് വേരിയബിൾ പോലെ തന്നെ, നമുക്ക് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഉണ്ടല്ലേ, 786 2.23 എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്യുന്നുണ്ട്, പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്താ, ട്യൂപ്പിൾ 2: എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 2ൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ടിൽ ദ എൻഡ് prints all the elements of tuple starting from third element മുതൽ 2 എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ, തേർഡ് എലമെൻറ്റ് വരാം. 0 1 2. അപ്പോൾ എന്താ പറയുക, ട്യൂപ്പിളിനകത്തുള്ള തേർഡ് എലമെൻറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ഫസ്റ്റ് 0 നെക്സ്റ്റ് 1 ദെൻ 2. അപ്പോൾ തേർഡ് എലമെൻ്റ് ആയിരിക്കും, തേർഡ് എലമെൻറ്റ് മുതൽ ടിൽ ദ എൻഡ്. നെക്സ്റ്റ് നോക്കി നോക്കാം നമുക്ക്, ഉണ്ടല്ലേ 123 അല്ല 2.23 തേർഡ് എലമെൻ്റ് ആണ്. ഇതുണ്ടല്ലേ 2.23 ജോൺ 7.2 അതല്ലേ ഇവിടെ വരുന്നത്. നോക്കിയേ 2.23 ജോൺ, ഇതാണ് കംപ്ലീറ്റ് ട്യൂപ്പിളിൻ്റെ വാല്യൂ. ഇതാണ് കംപ്ലീറ്റ് ട്യൂപ്പിൾ. അതിനകത്ത് തേർഡ് എലമെൻറ്റ് മുതൽ ബാക്കിയുള്ള ഇങ്ങോട്ടേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നു. 1.23 ജോൺ അവിടെ പോയി ജോൺ 7.2 ഉണ്ട്. ഇത് 2.23 ജോൺ, ഇത് 3 എലമെൻറ്റ്. ഇതല്ല കേട്ടോ, ഇതാണ്. ഈ നെക്സ്റ്റ് എന്താ നോക്കിയേ, ഇനി ട്യൂപ്പിൾ ഇൻറ്റു 2, ടൈനി ട്യൂപ്പിൾ ഇൻറ്റു 2 രണ്ട് പ്രാവശ്യമാണ്. ടൈനി ട്യൂപ്പിളിൽ 123 ജോൺ ആണുള്ളത്, അപ്പോൾ രണ്ട് പ്രാവശ്യം പ്രിൻ്റ് ചെയ്യണം. ടൈനി ട്യൂപ്പിളിനകത്ത് എന്താ ഉള്ളത്, 123 ജോൺ 123 ജോൺ, ഇതല്ലേ പ്രിൻ്റ് ചെയ്യേണ്ടത്. ഇനി മറ്റേത് അടുത്തെന്താ, ടൈനി ടൈനി ട്യൂപ്പിൾ പ്ലസ് ട്യൂപ്പിൾ പ്ലസ് ടൈനി ട്യൂപ്പിൾ രണ്ടും കൂടെ എന്ത് ചെയ്യും, കോൺകാറ്റ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് എന്ത് ചെയ്യും, കോൺകാറ്റ് ചെയ്യും. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടാവും, 1 2 3 4 5 6 and 7 ഉണ്ടാവും. നോക്കാം നമുക്ക്, ഉണ്ടല്ലേ 7 വാല്യൂസ് ഉണ്ട്. ABCD 786 2.3 ജോൺ 7.23 123 ആൻഡ് ജോൺ 123 ആൻഡ് ജോൺ എന്ന് പറഞ്ഞാൽ ഏത് കോൺകാറ്റിന് ചെയ്താണ്, ടൈനി ട്യൂപ്പിൾ കോൺകാറ്റിന് ചെയ്താണ്. ഇനി ട്യൂപ്പിളിനകത്ത് നമുക്ക് പോസിബിൾ അല്ലാത്തത്, ലിസ്റ്റിനകത്ത് പോസിബിൾ ആയതും എന്താണെന്ന് നോക്കാം നമുക്ക്. ട്യൂപ്പിൾ നമ്മൾ ഡിഫൈൻ ചെയ്തു. ട്യൂപ്പിൾ ഈസ് ഈക്വൽ ടു ABCD 786 2.23 ജോൺ 70. ലിസ്റ്റിനകത്തും അതേപോലെ തന്നെ ABCD 786 2.23 ജോൺ 70.2 എന്ന് പറഞ്ഞു കൊടുത്തു.
ഒരു ട്യൂപ്പിൾ 2 ഈക്വൽ ടു 1000 എന്ന് പറഞ്ഞു കൊടുത്തു. അതായത് ട്യൂപ്പിൾ 2 ഏതാണ്? ഇത് 0, ഇത് 1, ഇതല്ലേ? ഇതാണ് ആക്ച്വലി ട്യൂപ്പിൾ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ട്യൂപ്പിൾ 2 നമ്മൾ എന്ത് ചെയ്യുന്നു? മോഡിഫൈ ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. 2.3 എന്നുള്ളത് മാറ്റി എന്താക്കുന്നു? 1000 ആക്കുന്നു. അപ്പോൾ എന്ത് വരുന്നു? സിൻടാക്സ് ഇൻവാലിഡ് സിൻടാക്സ് വിത്ത് ട്യൂപ്പിളിനകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. അതാണ് ആക്ച്വലി വരുന്നത്. വാലിഡ് സിൻടാക്സ് വിത്ത് ലിസ്റ്റിനകത്ത് ഇതെന്താണ്? വാലിഡാണ്. ലിസ്റ്റ് 2 ഈക്വൽ ടു 1000 എന്ന് പറയുന്ന സാധനം ഇത് പോസിബിളാണ്. പക്ഷേ ഇതെന്തല്ല? ഇത് പോസിബിൾ അല്ല. അപ്പോൾ ഇതാണ് ആക്ച്വലി ട്യൂപ്പിളും ലിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. വൺസ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ, ട്യൂപ്പിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ, ട്യൂപ്പിളിനകത്തെ വാല്യൂ നമ്മൾ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ വി കനോട്ട് മോഡിഫൈ വാല്യൂസ് വിത്തിൻ എ ട്യൂപ്പിൾ വേരിയബിൾ. ട്യൂപ്പിളിനകത്തേക്കുള്ള ഓരോ എലമെൻറ്റും നമ്മൾ ഓരോ എലമെൻറ്റും നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, വൺസ് നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇൻ ദി കേസ് ഓഫ് ലിസ്റ്റ്, all the elements in the list can be modified at any time, any line in the program. Okay, so this is the difference. There are two difference between tuple and list. There is one difference is tuples, the elements of tuples are enclosed within a parenthesis, but in the case of list, the elements are enclosed within a square brace. ഇതുണ്ടല്ലോ, ഇവിടെ സ്ക്വയർ ബ്രേസ് ആണ്, ഇവിടെ പാരന്തസിസ് ആണ്. ആൻഡ് elements once declared, it cannot be changed. എലമെൻറ്റ്സ് നമ്മൾ ഒരിക്കലും ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല? പിന്നീടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇൻ ദി കേസ് ഓഫ് ലിസ്റ്റ്, ഇറ്റ് ഈസ് പോസിബിൾ ടു മോഡിഫൈ all the elements of a list. So this is the difference between tuple and list. Next is Python dictionary. Python dictionary is a kind of hash table type. The hash table type ആണ്. They work like associate arrays or hashes found in Perl and consist of key value pairs. നമുക്കത് എന്താ പറയുക, ലിസ്റ്റ് പോലെയാണ്, പക്ഷേ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതെന്താണ് നമുക്ക് നോക്കാം. അപ്പം ഇത് സാധാരണ പേൾ എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ആക്ച്വലി പേൾ എനിക്ക് ഫെമിലർ അല്ല. അപ്പം നമുക്ക് എങ്ങനെയാണ് ഡിക്ഷണറി വേരിയബിൾ എന്ന് നോക്കാം. ഫസ്റ്റ് ഡിക്ഷണറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ പറയുന്നുണ്ട്, ഡിക്ഷണറി ആർ എൻക്ലോസ്ഡ് വിതിന് അസൈൻഡ് ആൻഡ് ആക്സസ്ഡ് യൂസിങ് സ്ക്വയർ ബ്രേസസ്. കേളി ബ്രേസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അസൈൻ ചെയ്യുന്നത്. സ്ക്വയർ ബ്രേസസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഇതവിടെ കേളി ബ്രേസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഡിക്ഷണറി നമ്മൾ വേരിയബിൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഡിക്റ്റ് ഓഫ് 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നു. അപ്പം എപ്പോൾ നമ്മൾ ഡിക്റ്റ് ഓഫ് 1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ, നോർമലി നമ്മൾ ലിസ്റ്റിനകത്തും ട്യൂപ്പിളിനകത്തൊക്കെ നമുക്ക് എന്താ സ്പെസിഫൈ ചെയ്യാറ്? 0, 1 എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കാറ്. പക്ഷേ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഡിക്റ്റ് ഓഫ് 1 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ഇത് നമ്മൾ അസൈൻ ചെയ്യും, ദിസ് ഈസ് 1. പിന്നെ ഡിക്റ്റ് ഓഫ് 2, ദിസ് ഈസ് 2. പിന്നെ ടൈനി ഡിക്ഷണറി എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കുറേ സാധനങ്ങൾ കൊടുത്തു. അപ്പം നമുക്ക് നോക്കാം ഇതിനകത്ത് ഓരോന്നും എങ്ങനെയാണ് വരുന്നത് നോക്കാം. ടൈനി ഡിക്ഷണറി ഈക്വൽ ടു നെയിം ജോൺ കോഡ് 6 ഇവിടെ ഉണ്ടല്ലേ. ടൈനി ഡിക്ഷണറി എൻ്റെ നെയിം കോളൻ ജോൺ എന്നാണ്. ഇപ്പം നെയിം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ടൈനി ഡിക്ഷണറി ഓഫ് നെയിം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താ വരിക? ജോൺ ആയിരിക്കും സ്പെസ് ചെയ്യുക. കോഡ് എന്ന് പറഞ്ഞാൽ 673734 എന്ന് പറയുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സെയിൽസ് ആയിരിക്കും നമ്മൾ പറയുക. അതായത് ടൈനി ഡിക്ഷണറീനെ നമ്മൾ ആക്സസ് ചെയ്യുന്ന വാല്യൂസ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ്. നെയിം യൂസ് ചെയ്തിട്ട്, ജോൺ യൂസ് ചെയ്തിട്ട്, നെയിം യൂസ് ചെയ്തിട്ട്, കോഡ് യൂസ് ചെയ്തിട്ട് ദെൻ ഡിപ്പാർട്ട്മെൻറ്റ് യൂസ് ചെയ്തിട്ട്. ഇവിടെ നോക്കി ഞങ്ങൾ പ്രിൻറ്റ് 1 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ പ്രിൻറ്റ് ചെയ്യുക? പ്രിൻറ്റ് 1 എന്ന് പറയുന്ന സാധനം പ്രിൻറ്റ് ഡിക്ഷണറി 1, ഡിക്റ്റ് 1 എന്ന് പറയുന്ന സാധനമാണ്. ഡിക്ഷണറി ഇല്ല, ഡിക്റ്റ് 1 ഈക്വൽ ടു എന്താ പ്രിൻറ്റ് ചെയ്യുക? ദിസ് ഈസ് 1 എന്ന് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റിനകത്ത് നമുക്ക് നോക്കി നോക്കാം ഡിക്ഷണറി തന്നെയാണോ പ്രിൻറ്റ് ചെയ്തത്. ദിസ് ഈസ് 1 എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടല്ലേ, ദിസ് ഈസ് 1. ഇവിടെ ഉണ്ടല്ലോ പ്രിൻറ്റ് ഡിക്റ്റ് 1 എന്ന് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞത് ഇതാണ്.
നമ്മൾ 0 കൊടുക്കുന്നതിന് വരെ 1 ആണ്. ഡിക്റ്റ് 1 എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രിൻ്റ് ചെയ്യുക. ഡിക്റ്റ് ഓഫ് 2 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ, പ്രിൻറ്റ് ഡിക്റ്റ് ഓഫ് 2 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ എന്ത് പ്രിൻ്റ് ചെയ്യും? ദിസ് ഇസ് 2 എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യും. ദിസ് ഇസ് 2 എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യും. ഓക്കെ, ദിസ് ഇസ് 2. സോറി, അതിനെന്താ പ്രിൻ്റ് ചെയ്തത്? പ്രിൻറ്റ് ടൈനി ഡിക്റ്റ്. ടൈനി ഡിക്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള മുഴുവൻ വാല്യൂസ് പ്രിൻ്റ് ചെയ്യും. ജോൺ പിന്നെ 6734 സെയിൽസ് എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യണം. ഇതല്ല ഫുൾ സാധനം. ഡിപ്പാർട്ട്മെൻറ്റ് സെയിൽസ് ആണ്. കോഡ് എന്ന് പറഞ്ഞ സാധനം 6737 ആണ്. നെയിം ഈക്വൽ ടു നെയിം കോളൻ ജോൺ എന്ന് പറഞ്ഞിട്ടാണ്. ഇത് മൊത്തം അതിനകത്തുള്ള നമ്മൾ നേരത്തെ എൻ്റർ ചെയ്തിരിക്കുന്ന മുഴുവൻ എന്ത് ചെയ്യും? പ്രിൻ്റ് ചെയ്യും. നെക്സ്റ്റ് എന്താ വരുന്നത് നോക്കാം. ടൈനി ഡിക്റ്റ് ഓഫ് കീസ്. അപ്പോൾ അതിൻ്റെ കീസ് മാത്രം, കീസും വാല്യൂസും ഡിക്ഷണറിക്കകത്ത് കീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിൻ്റെ വാല്യൂസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നെയിം എന്ന് പറഞ്ഞാൽ കീ ആണ്, കോഡ് എന്ന് പറഞ്ഞാൽ കീ ആണ്, ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അനദർ കീ ആണ്. അതിനകത്തുള്ള നെയിം വാല്യൂസ് ആണ് ആക്ച്വലി എന്ത്? ജോൺ 6734 സെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. അപ്പം പ്രിൻറ്റ് ടൈനി ഡിക് ഡോട്ട് കീ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്ത് പ്രിൻറ്റ് ഓൾ ദി കീസ്. എന്തൊക്കെയാണ് പ്രിൻറ്റ് കീ, എന്തൊക്കെയാണ് പ്രിൻറ്റ് ചെയ്യുന്നതൊക്കെ? ഡിപ്പാർട്ട്മെൻറ്റ്, കോഡ് ആൻഡ് നെയിം എന്ന് പറയും. മനസ്സിലായല്ലേ? ഡിപ്പാർട്ട്മെൻറ്റ്, കോഡ്, നെയിം. ഡിപ്പാർട്ട്മെൻറ്റ്, കോഡ്, നെയിം എന്ന് പറഞ്ഞിട്ടാണ്. ഇനി വാല്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കി. സെയിൽസ്, ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ കീ യൂസ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂസ് എന്താ? സെയിൽ. കോഡ് എന്ന് പറഞ്ഞ വാല്യൂ യൂസ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നത് 6734. നെയിം എന്ന് പറഞ്ഞ വാല്യൂ യൂസ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ, കീ യൂസ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ ജോൺ ആണ്. അപ്പം പ്രിൻറ്റ് ടൈനി ഡിക് ഡോട്ട് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലോ ഇറ്റ് പ്രിൻറ്റ് ഓൾ ദി വാല്യൂസ്. മറ്റേത് എല്ലാ കീസും. അപ്പോൾ ഡിക്ഷണറി ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ആക്ച്വലി ഡിക്ഷണറീസ് ഹാവ് നോ കോൺസെപ്റ്റ് ഓഫ് ഓർഡർ എമംഗ് എലമെൻറ്റ്സ്. അതിനകത്ത് ഓർഡർ എന്ന് പറഞ്ഞ സാധനമില്ല. അപ്പം ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഇൻകറക്റ്റ് ടു സേ ദാറ്റ് എലമെൻറ്റ്സ് ആർ ഔട്ട് ഓഫ് ഓർഡർ, ദേ ആർ സിംപ്ലി അൺഓർഡേഡ്. അത് ഓർഡർ ഇല്ലാത്ത അൺഓർഡേഡ് ആയിട്ടുള്ള നമ്മളാണ്. സംടൈംസ് യു മേ നീഡ് ടു പെർഫോം കൺവേർഷൻസ് ബിറ്റ്വീൻ. ഇനി ഇത്രയും സാധനം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പം ഡാറ്റ ടൈപ്സ് ഏതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഡാറ്റ ടൈപ്പ്? നമ്പേഴ്സ്, സ്ട്രിങ്, ലിസ്റ്റ്, ട്യൂപ്പിൾ ആൻഡ് ഡിക്ഷണറി. നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻറ്റിജർ വാല്യൂ ആക്കാം, ലോങ് ഇൻറ്റിജർ ആവാം, പിന്നെ കോംപ്ലക്സ് നമ്പേഴ്സ് ആവാം, ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ സിംഗിൾ കോട്ട്സിലോ ഡബിൾ കോട്ട്സിലോ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സിനെ, ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മളെന്ന് പറയുന്നത് സ്ട്രിങ് എന്ന് പറയാം. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സിലുള്ള വാല്യൂസ് നമുക്ക് എന്തായിട്ട് കൊടുക്കാം? നമുക്കൊരു അറേ ആയിട്ട് കൊടുക്കാൻ പറ്റും. ആ അറേനെ നമുക്കൊരു വേരിയബിളായിട്ട്, ഒരു ലിസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസൈൻ ചെയ്യാൻ പറ്റും. ആ ലിസ്റ്റിനകത്തുള്ള വാല്യൂസ്, എലമെൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ലിസ്റ്റും വെരി സിമിലർ ടു ട്യൂപ്പിൾ. ട്യൂപ്പിൾ എന്ന് പറഞ്ഞ വേരിയബിൾ എന്താ ഡാറ്റ ടൈപ്പ് എന്താണ്? ലിസ്റ്റ് പോലെ തന്നെയാണ്. എക്സെപ്റ്റ് ട്യൂപ്പിളിനകത്ത് വൺസ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. ലിസ്റ്റിനകത്ത് മോഡിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ എലമെൻറ്റ്സ് നമ്മൾ കൊടുക്കുന്നത് ട്യൂപ്പിളിനകത്തൊരു എന്താണ് പരന്തസിസിലാണെന്നുണ്ടെങ്കിൽ സ്ക്വയർ ബ്രേസസിനകത്താണ് എന്ത് ചെയ്യുന്നത്? ലിസ്റ്റിനകത്ത് കൊടുക്കുന്നത്. പിന്നെ ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ ലാസ്റ്റിലത്തെ ഇതാണ്. നമുക്ക് ഒരു കീസ് ഡിക്ഷണറിക്കകത്ത് ഇതേപോലെ തന്നെ എലമെൻറ്റ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൊടുക്കാം. കീയും വാല്യൂ ആയിട്ട് കൊടുക്കാം. കീ കോളൻ വാല്യൂസ്, കീ കോളൻ വാല്യൂസ്. അങ്ങനെ നമുക്ക് കീ കോളൻ വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കുറേ കീസും കുറേ വാല്യൂസും കൊടുക്കാൻ പറ്റും, സെപ്പറേറ്റഡ് ബൈ കോമാസ്. അങ്ങനെ കീസ് മാത്രം പ്രിൻ്റ് ചെയ്യാം, വാല്യൂസ് മാത്രം പ്രിൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ കീസ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂസ് എന്ത് ചെയ്യും? പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും, ആക്സസ് ചെയ്തെടുക്കാൻ പറ്റും. സോ ദീസ് ആർ ദി 5 different data types used in Python. ഇനി ലാസ്റ്റ് ഒരു സെഷൻ ഇവിടെ ഉണ്ട്, ഇറ്റ് ഈസ് ഡാറ്റ കൺവേർഷൻസ്. ഡാറ്റ കൺവേർഷൻസ് ആക്ച്വലി ഡാറ്റ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വേരിയബിളിനകത്ത് ഒരു ഇൻറ്റിജർ വാല്യൂ
നമ്മൾ സ്റ്റോർ ചെയ്തു, 10 എന്ന് പറഞ്ഞിട്ട് സ്റ്റോർ ചെയ്തു. ആ 10 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് വേണമെങ്കിൽ സ്ട്രിങ് ആയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 10 എന്ന് പറഞ്ഞിട്ട് 10+20 എന്നാക്കണമെന്നായിരിക്കും. അപ്പോൾ ഇത് സ്ട്രിങ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് 1020 എന്ന് പറഞ്ഞിട്ടാണ് പ്രിൻറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ ഫസ്റ്റിലത്തെ ഒരു എക്സ്പെരിമെൻറ്റിനകത്ത് അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ എന്ത് ചെയ്തു, ഡാറ്റ കൺവേർഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, അതിനെ കൺവേർട്ട് ചെയ്ത് ഇൻഡിജർ ആക്കിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്, ആ വാല്യൂസിനെ നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ തുടങ്ങിയത്. സംടൈംസ് യു മേ നീഡ് ടു പെർഫോം കൺവേർഷൻസ് ബിറ്റ്വീൻ ദി ബിൽറ്റ് ഇൻ ടൈപ്പ്. ബിൽറ്റ് ഇൻ ടൈപ്പിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, വേറൊരു ഇതിനകത്തേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ നമുക്ക് എന്താണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിനെ ഇൻഡിജർ ആക്കണം, അതായത് ഫ്രാക്ഷണൽ പോർഷൻസ് ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അതിനെ നമ്മൾ എന്തെങ്കിലും കൺവേർട്ട് ചെയ്യും, ഇൻഡിജർ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യും. ചിലപ്പോൾ നമ്മൾ ഇൻഡിജർ വാല്യൂയും ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറും ആഡ് ചെയ്യുക, അരിത്തമെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് റിസൾട്ട് നമുക്ക് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് വേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇൻഡിജർ നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ഡാറ്റ ടൈപ്പ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നോർമലി കൺവേർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പൈത്തണിനകത്ത് പോസിബിളാണ്, സി ലാംഗ്വേജിൽ പോസിബിളാണ്, അതേപോലെ തന്നെ പൈത്തണിനകത്തും പോസിബിളാണ്. അങ്ങനെ പോസിബിൾ ആകുന്നത് എങ്ങനെയാണ് നോക്കാം, എങ്ങനെയാണ് നമുക്ക് ഡാറ്റ കൺവേർഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഇൻറ്റ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും. കൺവേർട്ട് എക്സ് ടു എൻ ഇൻറ്റിജർ. ഇപ്പം ഒരു ക്യാരക്ടറിനോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ക്യാരക്ടറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഏതിലേക്ക്, ഇൻറ്റിജറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ബേസ് സ്പെസിഫൈസ് ദി ബേസ് ഇഫ് എക്സ് ഇസ് എ സ്ട്രിങ്. ഇതൊരു സ്ട്രിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസ് സ്പെസിഫൈ ചെയ്യാം, എവിടെ ഇതുള്ള ക്യാരക്ടർ ആണെന്ന് വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ലോങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എക്സ് എന്ന് പറഞ്ഞ വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ ഏത് ഡാറ്റ ടൈപ്പിലുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനെ ലോങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ബേസ് എന്ന് പറഞ്ഞ വാല്യൂ എന്തായിരിക്കണം, എന്താണെങ്കിലാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടത്, ഓപ്ഷനിലാണത്. ബേസ് എന്ന് പറഞ്ഞ വാല്യൂ എക്സ് എന്ന് പറഞ്ഞ വാല്യൂ സ്ട്രിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബേസ് വാല്യൂ കൊടുക്കാൻ പറ്റും, എവിടെ നിന്ന് ഏത് ക്യാരക്ടർ മുതലുള്ളതാണ് എന്ന് സ്പെസിഫൈ ചെയ്യണം. ഇനി ഫ്ലോട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺവേർട്ട്സ് എക്സ് ടു എ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ. അത് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിനെ ഇതിലേക്ക് എന്ത് ചെയ്യും, എക്സിനെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറായിട്ട് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. പിന്നെ കോംപ്ലക്സ് റിയൽ എന്ന് പറയുന്ന സാധനം, ക്രിയേറ്റ് എ കോംപ്ലക്സ് നമ്പർ. കോംപ്ലക്സ് നമ്പറിനകത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും. സ്ട്രിങ് ഓഫ് എക്സ്, എക്സിനെ നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഒരു സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓരോ ഡാറ്റ ടൈപ്പിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പം REPR എന്ന് പറഞ്ഞിട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഇവിടെ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ആവും, കൺവേർട്ട് ഒബ്ജക്റ്റ് എക്സ് ടു എ എക്സ്പ്രഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇവാലുവേറ്റ് ആണ് EVAL എന്ന് പറഞ്ഞ സ്ട്രിങ്, ഇവാലുവേറ്റ് സ്ട്രിങ് ആൻഡ് റിട്ടേൺ ആൻ ഒബ്ജക്റ്റ്. അത് ഒരു സ്ട്രിങ്ങിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റായിട്ട് എന്ത് ചെയ്യും, തിരിച്ചു തരും. ഒരു ട്യൂപ്പിളായിട്ട് എസ്സിനെ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്ത് തരും, ട്യൂപ്പിളായിട്ട് കൺവേർട്ട് ചെയ്ത് തരും. ട്യൂപ്പിൾ എന്നുള്ള കീവേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റ് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്തിട്ട് നമുക്ക് ലിസ്റ്റായിട്ട് കൺവേർട്ട് ചെയ്ത് തരും. സെറ്റ് യൂസ് ചെയ്തിട്ട് കൺവേർട്ട്സ് ടു എ സെറ്റ്. ഡിക്ഷണറി ഡാറ്റ ടൈപ്പായിട്ട് എന്ത് ചെയ്യും, ഡീനെ കൺവേർട്ട് ചെയ്യും. ഇങ്ങനെ വേറെ ഏതെങ്കിലും ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂസിനെ നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും, നമ്മൾ വിചാരിക്കുന്ന ഡാറ്റ ടൈപ്പിനകത്തേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് പോസിബിളാണ്. ഡാറ്റ കൺവേർഷൻ ഈസ് ആൾസോ പോസിബിൾ ഇൻ പൈത്തൺ ലാംഗ്വേജ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉണ്ട് ഇതിനകത്ത്, അതൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കണം. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അതൊന്ന് ട്യൂപ്പിൾ എന്ന് പറയുന്നത്, ലിസ്റ്റ് എന്ന് പറയുന്നത്, ഡിക്ഷണറി എന്ന് പറയുന്നത്. ഡാറ്റ ടൈപ്പ് കൺവേർഷൻ ചിലപ്പം ഒരു സംശയം തോന്നും, അത് നമ്മൾ പ്രോഗ്രാമിങ്ങിനകത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. ഇനിവേ നിങ്ങളിത് പഠിക്കണം.